അല്ലെങ്കിൽ 5 ഉറുപ്പ ഉണ്ടായിരുന്നു എന്നും തൊണ്ടിലാട്ടല്ലോ ഇന്ന് കുട്ടീനെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യല്ലാതെ ഒരു മാർഗമില്ല, ഡോക്ടർക്ക് എത്തില്ല, ഉറപ്പാണ്. അപ്പൊ കുട്ടി ഇങ്ങനെ ആകണം, അങ്ങനെ ആകണം. ആ സമയത്ത് കുട്ടീനോട് വാങ്ങുക, എന്നിട്ട് കമിഴ്ത്തി പിടിക്കുക, ഇങ്ങനെ പിടിക്കണം, തൊള്ളി മൂക്ക് ഒഴിവാക്കുക. എന്നിട്ട് മുട്ടിൻകാൽമേൽ ഇങ്ങനെ വെക്കുക, ഉണ്ടോ? ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കേട്ടോ, ഇരിക്കുകയാണെങ്കിൽ ഈ കാല് നീട്ടി വെച്ച് മറ്റേ കാല് കുത്തി വെച്ചിട്ട് ഈ കാല് വെക്ക് വെച്ചാൽ പറ്റ കുത്തനല്ല, ഒരു 45 ഡിഗ്രിയാണ്, അളക്കൊന്നും വേണ്ട, സുമാറ്. എന്നിട്ട് 2 പുറംചട്ടന്റെ ഇടയിൽ ഉറക്ക അടിക്കുക, നന്നായിട്ട് അടിക്കണം. ഇതാ ഇങ്ങനെ മുന്നോട്ട് അടിക്കട്ടെ, ഇങ്ങനെ 1 2 3 4 5 കണ്ടോ, 5 അടി അടിക്കാവൂ. അതിൽ ആദ്യത്തേന് തന്നെ പോന്നതിന്റെ ബാക്കി തേക്കായിരുന്നു. അപ്പൊ 5 അടിന്റെ ഇടയിൽ പോരുകയാണെങ്കിൽ അതുവരെ അടിച്ചാൽ മതി. പോന്നിട്ടില്ലെങ്കിൽ ഈ കാല് മുന്നോട്ട് വെക്കുക, ഈ കുട്ടീനെ മലർത്തി പിടിക്കുക. കഴുത്തുറക്കാത്ത കുട്ടിയായിരിക്കും, അവിടെ തല, കഴുത്ത്, ബോഡിയൊക്കെ നമ്മളെ കയ്യിലായിരിക്കണം. എന്നിട്ട് ഇങ്ങനെ വെക്കാം. നേരത്തെ വെച്ച അതേമാതിരിയാണ്, പക്ഷെ മലർത്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നെഞ്ചിന്റെ സെന്ററിൽ 2 വിരല് ഇങ്ങനെ വെക്കുക. ഇത് നന്നായിട്ട് അമർത്തുക. ഇതിൽ പോരാനല്ല, അത് കുട്ടിന്റെ ഹാർട്ട് വർക്ക് ചെയ്യിക്കണം. 1 2 3 4 5 5 ചെസ്റ്റ് ത്രസ്റ്റ് അല്ലെങ്കിൽ 5 ചെസ്റ്റ് കംപ്രഷൻ അങ്ങനെ കൊടുത്തു. ഇതില് കുട്ടി നീല കളറായി തുടങ്ങി, ശ്വാസം കിട്ടാഞ്ഞിട്ട്. വീണ്ടും വേഗം അടിക്കുക, അടിച്ചില്ലേ കുട്ടിയെ കിട്ടുക, ഉറപ്പാ. അടിക്കുമ്പോ ഇവിടെ ഒഴിവാക്കണേ. ഇങ്ങനെ വെച്ച് അടിച്ചാലേ 5 ഉറുപ്പ ഇങ്ങോട്ട് ഒരു ആടനെ പോയി കൈമ തട്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ കണ്ട 1 2 3 കുട്ടിയായിട്ട് ഓരോളിക്കും എന്തെങ്കിലും സാധനം പുറത്തേക്ക് വരും, ഉറപ്പാണ്. വാവിരുന്ന് ഇതൊക്കെ പഠിപ്പിച്ചു പോകുന്നതിന്റെ അന്ന് രാത്രി ഒരു ഉമ്മന്റെ മോതിരാണ് കുട്ടീനെ മുകളിലേക്ക് പോയത്. പക്ഷെ മോതിരം ഇങ്ങനെയാണ് കുടുങ്ങി വെച്ചാൽ കുഴപ്പമില്ല, അതിങ്ങനെ വിലങ്ങടിച്ചാൽ മതി. അങ്ങനെ ഒരാകെ ബേജാറ് വ്യവസായത്ത് ഓർമ്മയുണ്ടായി. അത് വെച്ചടിച്ച് മോതിരം പുറത്തേക്ക് വന്നില്ല. പക്ഷെ എന്തിട്ടി, കുട്ടിക്ക് ശ്വാസം കിട്ടി. അങ്ങനെ പാല കൊടുത്തപ്പോ കുടിക്കുന്നുണ്ട്. അവസാനം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, മോതിരം പുറത്തേക്ക് വന്നില്ലെങ്കിൽ ആശുപത്രിക്ക് കൊണ്ടുപോകണം. കാരണം 2 വഴിയുള്ളത്, ഒന്ന് ശ്വാസവസ്തുക്ക് പോകും, അല്ലെങ്കിൽ നേരെ നമ്മുടെ അന്നനാളം വഴി അങ്ങനെ അപ്പിയിടും വഴിയുണ്ടാവും. കുറച്ച് മാറ്റമൊക്കെ പോകുന്നു മോതിരത്തിന്റെ. അപ്പോ അങ്ങനെ ആ ഉമ്മ വല്ലാത്ത ധൈര്യം കേട്ടോ, അത് വെച്ചോണ്ട് കഞ്ഞിമുക്കലും കൊടുത്തിട്ട് ഊറിന് വരെ. ഞാൻ ഇവിടേക്ക് പോകാൻ വേണ്ടി, മദറിൽ പോകാൻ വേണ്ടി ഒരു കുണ്ടാതെ ഇങ്ങനെ കാത്തുണ്ട്, കുട്ടി ദൂരട്ടായിരുന്നു. ഏതായാലും അപ്പിട്ടപ്പോ അതിലുണ്ടായി, മോതിരം ഉണ്ടായി. എന്നിട്ട് സുബൈക്ക് പെരുമ്പില്ല, കിട്ടി മോതിരം കിട്ടി എന്നറിയാം. അപ്പൊ അതുകൊണ്ട് എന്താ കൊടുക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടിയുടെ ബട്ടനോ, കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടത്തിന്റെ ചക്രോ, അണ്ടിപ്പരിപ്പോ എന്തും പോവാം, കടലമണിയോ മാലമുത്തോ ഒക്കെ പോവാം, കളറിന്റെ. അത് അങ്ങനെ സംഭവിച്ചാൽ ഈ അടി മറക്കരുത്. ഇത് ഉമ്മാര് ചെയ്യണം, അമ്മമാര് ചെയ്യണം. വേറെ ആരെയും വിളിച്ചു വിട്ടുപോകുന്നു, പണി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? തരിപ്പ് പോയാൽ ഈ പണിയൊന്നും എടുക്കണ്ട കേട്ടോ. കാരണം തരിപ്പ് പോയാൽ അങ്ങനെ ആക്കിയാണ് കാലിന്റെ അടി ചോദ്യം ചെയ്യും. ഈ 2 പണിയുള്ളൂ, അല്ലാതെ ഇതൊന്നുമില്ല. ഇതൊക്കെ തെറ്റാണ്, ഇത് മാത്രമേ ഉള്ളൂ. തോളിടുക, മേലോട്ട് അടിക്കുക, കാലിന്റെ അടി ചെയ്യുക. ഇതാണ് തരിപ്പ് പോയ ചെയ്യേണ്ടത്. ശ്വാസം കിട്ടാനാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇന്നേക്ക്